തിരുവാതിര ഞാറ്റുവേലയ്ക്ക് ഇന്ന് ആരംഭം. 27 നക്ഷത്രങ്ങളെ 13.5 ദിവസമായി തരംതിരിച്ച് ഓരോ വർഷവും തയ്യാറാക്കുന്ന കൃഷിരീതിയാണ് ഞാറ്റുവേലകൾ. തിരുമുറിയാതെ പെയ്യുന്ന മഴയും കുളങ്ങളും കിണറുകളും നിറഞ്ഞു കവിയുന്ന പോയകാല അനുഭവങ്ങളും ഒന്നുമില്ലെങ്കിലും നാട്ടുകാർക്ക് പരിചിതമായ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് തെല്ല് തനിമയുണ്ടെന്ന് പരമ്പരാഗത കർഷകർ പറയുന്നു. വിട്ടുമാറാത്ത തുടർച്ചയായ ചെറിയ മഴകളും അതിനൊപ്പം വെയിലും അനുഭവപ്പെടുന്ന 14 ദിനരാത്രങ്ങളെ കാർഷിക കലണ്ടറിൽ തിരുവാതിര ഞാറ്റുവേല എന്ന് രേഖപ്പെടുത്തുന്നു. വെള്ളത്തോടൊപ്പം മണ്ണിലേക്ക് സൂര്യപ്രകാശവും അരിച്ചിറങ്ങുമ്പോൾ എല്ലാ വിളകൾക്കും സുഗമമായ വേരോട്ടമുണ്ടാകും. തണ്ടുകൾ പറിച്ചു നടീലിനും പരാഗണത്തിനും അനുയോജ്യമായ കാലാവസ്ഥയെന്നാണ് പൂർവികർ ഇതിനെ വിശേഷിപ്പിച്ചത്. മേടപ്പുലരിയിലെ അശ്വതി ഞാറ്റുവേലയോടെയാണ് പൗരാണിക കാർഷിക കലണ്ടറിന്റെ തുടക്കം. ഓരോ ഞാറ്റുവേലകളിലും ചെയ്യുന്ന കൃഷിയും കൃഷിരീതിയുമെല്ലാം ഹരിത വിപ്ലവത്തിന്റെ കടന്നുവരവോടെ അന്യമായി. സങ്കരയിനം വിത്തുകളും അവയെ പരിപോഷിപ്പിക്കുന്ന കീടനാശിനികളും രാസവളങ്ങളും പ്രയോഗിച്ചപ്പോൾ കേരളത്തിന്റെ പൈതൃക കൃഷികൾ അന്യം നിന്നുപോയെന്ന് ജൈവ കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ജനങ്ങൾ ജീവിതശൈലി രോഗങ്ങളുടെ പിടിയിലായത് മറ്റു കാരണങ്ങൾ കൊണ്ടല്ലെന്നും അവർ പറയുന്നു. TCV ചാലക്കുടി.